പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. എന്നാൽ ഇത്തവണ കഥ മാറാൻ പോവുകയാണ്. വെടിനിർത്തൽ കരാറിന്റെ അവസാന നിമിഷങ്ങൾ എണ്ണപ്പെടുമ്പോൾ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഒരു വൻ നീക്കത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻപ് നടന്ന പോരാട്ടങ്ങൾ പോലെയാകില്ല ഇത്. ശത്രുക്കൾക്കായി ഞങ്ങൾ സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കേവലം ഒരു മുന്നറിയിപ്പല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചന തന്നെയാണത്. ഭൂമിക്കിടയിലെ രഹസ്യ താവളങ്ങൾ, ആധുനിക ഡ്രോൺ ശൃംഖലകൾ, ശത്രുവിന്റെ റഡാറുകളെ വെട്ടുന്ന മിസൈൽ സാങ്കേതിക വിദ്യ, ഇതിലേതാകാം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ആശ്ചര്യമായ ആയുധം. തന്ത്രപരമായ വിന്യാസത്തിലും ആക്രമണ ശൈലിയിലും വലിയ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ഒരു പുതിയ യുദ്ധ റൗണ്ടിന് ഇറാൻ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഈ നീക്കം പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തെയും സൈനിക സന്തുലിതാവസ്ഥയെയും എന്നേക്കുമായി മാറ്റിവരയ്ക്കുമോ? ആഗോള സാമ്പത്തിക വിപണികളെ പോലും പിടിച്ചുലക്കാൻ പോകുന്ന ആ നിർണായകമായ സൈനിക തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? തസ്നിം ന്യൂസ് ഏജൻസി പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. റിപ്പോർട്ടിൽ ഉദ്ധരിച്ച വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് 2 ആഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കാലയളവ് അവസാനിക്കാനിരിക്കെ പുതിയ സമാധാന ചർച്ചകൾക്ക് പ്രതീക്ഷകൾ ക്ഷയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധ നീക്കങ്ങളും അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചതായി പറയപ്പെടുന്ന കടുത്ത നിബന്ധനകളും ചർച്ചാ സാധ്യതകളെ തന്നെ ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ. നയതന്ത്രപരമായ പരിഹാരത്തിന് വാതിൽ തുറന്നു വെക്കുന്നുണ്ടോ എങ്കിലും സമ്മർദ്ദത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ ഒരു ധാരണ അംഗീകരിക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇറാൻ സൈനികമായി വളരെ ഗൗരവത്തോടെ തന്നെയാണ് പുതിയ സാഹചര്യം കാണുന്നതെന്ന് വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി വിവിധ സൈനിക വിന്യാസങ്ങളും പ്രതിരോധ സംവിധാനങ്ങളിലൂടെയും പുനർക്രമീകരണവും നടന്നു വരുന്നതായും പുതുക്കിയ ലക്ഷ്യപ്പട്ടികകൾ തയ്യാറാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു. സാധ്യതയുള്ള പുതിയ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്ന നിമിഷം മുതൽ തന്നെ അമേരിക്കൻ ഇസ്രായേൽ താൽപര്യങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതാണ് ഇറാന്റെ സന്ദേശം. ഈ പുതിയ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലം ഫെബ്രുവരി അവസാനം നടന്ന സംഭവങ്ങളിലാണ്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ വ്യാപക ആക്രമണം നടത്തിയതായാണ് ഇറാൻ പറയുന്നത്. ആ ആക്രമണത്തിൽ ആണവ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പാലങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടു എന്നാണ് ഇറാന്റെ വാദം. കൂടാതെ രാജ്യത്തിന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചുവെന്നും അവർ ആരോപിക്കുന്നു. ഇതിന് മറുപടിയായാണ് ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന പേരിൽ വൻതോതിലുള്ള പ്രതികാര നീക്കങ്ങൾ നടത്തിയതെന്നാണ് അവകാശപ്പെടുന്നത്. നിരവധി തരംഗങ്ങളിലായി 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഡ്രോണുകളും പ്രയോഗിച്ച പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ഇസ്രായേൽ നിയന്ത്രണ പ്രദേശങ്ങളിലെ ലക്ഷ്യങ്ങളെയും ആക്രമിച്ചു എന്നാണ് ഇറാന്റെ നിലപാട്. യുദ്ധത്തിന്റെ ഈ ഘട്ടം മേഖലയിൽ സുരക്ഷാ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിച്ചുവെന്ന വിലയിരുത്തലും ഉയർന്നു വരുന്നു. ഏകദേശം 40 ദിവസത്തോളം നീണ്ടുനിന്ന കടുത്ത ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെയാണ് 2 ആഴ്ചത്തെ വെടിനിർത്തൽ നിലവിൽ വന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചാണ് ഈ താൽക്കാലിക സമാധാന ധാരണ രൂപപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ വെടിനിർത്തൽ ഉണ്ടായിട്ടും പ്രദേശത്ത് യഥാർത്ഥ സമാധാനം കൈവന്നിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം ഉയർന്ന നിലയിൽ തുടരുകയും പരസ്പര ആരോപണങ്ങളും മുന്നറിയിപ്പുകളും ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേക ശ്രദ്ധ നേടുന്നത് ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷമാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഈ കടലിടുക്കിൽ അമേരിക്ക നാവിക ഉപരോധമോ മൈൻ തിരച്ചിൽ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ ശ്രമിച്ചാൽ നിർണായക സൈനിക മറുപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ഇറാൻ പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവധാരയായ ഹോർമൂസിൽ ചെറിയൊരു സംഘർഷം പോലും ലോക സാമ്പത്തിക വ്യവസ്ഥയെ കുലുക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയിടുന്ന ഓരോ നീക്കവും അന്താരാഷ്ട്ര വിപണികൾ ഉറ്റുനോക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മുൻപ് നടത്തിയ പരാമർശങ്ങളും ശ്രദ്ധേയമാണ്. അമേരിക്ക തുടർച്ചയായി വെടിനിർത്തൽ ലംഘിക്കുന്നുണ്ടോ എന്നും ഇറാനിയൻ തീരങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ഭീഷണികൾ ഉയരുകയാണ് എന്നും ഔദ്യോഗിക പ്രസ്താവനകളിൽ പരസ്പരവിരുദ്ധ നിലപാടുകളാണ് കാണുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക സമാധാനത്തിന് യഥാർത്ഥമായി പ്രതിജ്ഞാബദ്ധമാണോ എന്ന സംശയം ഇറാനിൽ ശക്തമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം നയതന്ത്രം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശവും ഇറാൻ നൽകുന്നു. സംവാദത്തിന് തങ്ങൾ തയ്യാറാണെങ്കിലും ദേശീയ സുരക്ഷയോ പരമാധികാരത്തെയോ ബാധിക്കുന്ന വ്യവസ്ഥകൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന ഇറാൻ നിലപാട് വ്യക്തമാക്കുന്നു. അഥവാ യുദ്ധത്തിനും സമാധാനത്തിനും ഒരുപോലെ തയ്യാറാണ് എന്ന നിലയിലാണ് അവർ ഇപ്പോൾ ലോകത്തോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിന് മുമ്പിലുള്ള ഏറ്റവും നിർണായകമായ ചോദ്യം ഒന്ന് മാത്രമാണ്: വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതോടെ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ അഗ്നിനാളത്തിലേക്ക് വീഴുമോ, അതോ അവസാന നിമിഷം നയതന്ത്രം വിജയിക്കുമോ? ഇറാൻ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പുതിയ ആശ്ചര്യങ്ങൾ എന്ന മുന്നറിയിപ്പ് കേവലം ഒരു വാക്പോരാട്ടമായി മാത്രം തള്ളിക്കളയാനാകില്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആധുനികമായ സാങ്കേതിക വിദ്യയും തന്ത്രപരമായ സൈനിക വിന്യാസവും ഇറാൻ ഒരുക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ശത്രു രാജ്യങ്ങളെ പോലും രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. മറുഭാഗത്ത് അമേരിക്കയുടെ നീക്കങ്ങളും പശ്ചിമേഷ്യയിലേക്കുള്ള അവരുടെ അധിക സൈനിക വിന്യാസവും ഈ സംഘർഷത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് ആഗോള സമാധാനത്തെയും
സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. പശ്ചിമേഷ്യയിലെ ഒരു ചെറിയ സ്ഫോടനം പോലും ആഗോള ഊർജ്ജ വിപണിയെ തകിടം മറിക്കാനും എണ്ണവില കുതിച്ചുയരാനും കാരണമാകും. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകളിലെ സുരക്ഷാ ഭീഷണി ലോകമെമ്പാടുമുള്ള ചരക്കു നീക്കത്തെയും ബാധിക്കാനിടയുണ്ട്. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവി മാത്രമല്ല, ലോകക്രമത്തിന്റെ തന്നെ ദിശ നിർണ്ണയിക്കുന്ന കാലഘട്ടമായിരിക്കും. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഇനിയും പൂർണ്ണമായും അടഞ്ഞിട്ടില്ല എങ്കിലും യുദ്ധസജ്ജമായി നിൽക്കുന്ന സൈന്യങ്ങളും മാറുന്ന യുദ്ധതന്ത്രങ്ങളും ലോകത്തെ ആശങ്കയുടെ നിഴലിൽ ആക്കുകയാണ്. സമാധാനത്തിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ വിജയിക്കുമോ, അതോ പുതിയ ആശ്ചര്യങ്ങൾ ലോകം കാണാനിരിക്കുന്ന ഒരു വലിയ മഹാദുരന്തത്തിന്റെ തുടക്കമാകുമോ എന്ന് വരും മണിക്കൂറുകൾ നമുക്ക് കാട്ടിത്തരും.